herkese gerçek yüzünü. Onlar arkadan avlarlar, var 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 var. Dedim ki her şey. 7 ദിവസം നമ്മൾ ഈ വെളുത്തുള്ളിയും തേനും നിത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാവുമോ? ഇതുപോലുള്ള ഈ സോഷ്യൽ മീഡിയ റീൽസുകൾക്ക് ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്തേക്കാം. 7 ദിവസം കൊണ്ട് നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് മേക്കപ്പ് മാറ്റാം, നമ്മൾ ഇട്ടുള്ള ഡ്രസ്സ് മാറ്റാം, ഇൻസ്റ്റഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ മാറ്റാം, അല്ലെങ്കിൽ നമ്മളിപ്പം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാമറ മാറ്റാം. പിന്നെ ഒരു കാര്യം കൂടി മാറ്റാൻ പറ്റും. അത് വെച്ചാൽ നമ്മൾ ഭയങ്കര സന്തോഷമാണ്, നമുക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് നമ്മൾ ഫേസിൽ നല്ല എക്സ്പ്രഷൻ ഇട്ടിരിക്കാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് 7 ദിവസം കൊണ്ട് ഹെൽത്ത് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മാറ്റാൻ പറ്റില്ല. ലേറ്റായിട്ട് ഉറങ്ങുക, രാവിലെ വൈകി എഴുന്നേൽക്കുക, ജങ്ക് ഫുഡുകൾ കഴിക്കുക, എന്നിട്ട് 7 ദിവസം ഇങ്ങനെ വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം മാറുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടത്തെറ്റാണ്. വെളുത്തുള്ളി എന്ന് പറയുന്നത് നല്ലൊരു ആഹാരമാണ്. അതിൻ്റെ അകത്ത് ആലിസിൻ എന്ന് പറയുന്നൊരു കണ്ടൻറ് ഉണ്ട്. അത് നമ്മളെ വേദനയൊക്കെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിറയെ മൈക്രോ ന്യൂട്രീഷൻസ് ഉണ്ട്. അത് നമ്മളെ ഹെൽത്തിനെ ബെനിഫിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തേന് അതിൽ നിറയെ മൈക്രോ ന്യൂട്രിയൻസും വെയിറ്റ് ലോസും നമുക്ക് പഞ്ചസാരക്ക് പകരം ബാലൻസ് ആയിട്ട് തേനിനെ ഉപയോഗിക്കാവുന്നതാണ്. റോ ആയിട്ടുള്ള വെളുത്തുള്ളി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ വയറിൻ്റെ 8 പണ്ടിത്. ചില സമയത്ത് നമുക്ക് നെഞ്ചിരിച്ചിലുണ്ടാവാം, പുളിച്ചുകെട്ടലുണ്ടാകാം, വയറ് വീർത്തുകെട്ടലുണ്ടാകാം, വയറുവേദന ഉണ്ടാവാം. ചില സമയം ഇത് കുറച്ചും കൂടി കടന്നിട്ട് ഗ്യാസ്ട്രൈറ്റിസ് പോലത്തെ കണ്ടീഷൻ വരെ എത്തിച്ചേർക്കാം. റോ ആയിട്ടുള്ള വെളുത്തുള്ളി കഴിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല, നമുക്ക് ചിലപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾ ഇതുപോലത്തുള്ള റീൽസുകൾ കണ്ട് 7 ദിവസത്തെ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായോ ഇല്ലയോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് റീപോസ്റ്റും കൂടി ചെയ്തേക്കും.